സ്ഥാനമോഹം വല്ലാതെ തലക്ക് പിടിച്ചവർ, ആ കാരണം കൊണ്ട് വല്ലാതെ നിരാശ ബാധിച്ചവർ പല പാർട്ടികളിലും ഒറ്റപ്പെട്ട ആളുകളുണ്ടാവും. പാർട്ടികൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ മാറുന്നുണ്ടാവും. ഇത് രാഷ്ട്രീയത്തിൽ അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്ന് പറഞ്ഞുകൂടാ. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതയും അന്തസ്സും സത്യസന്ധതയുമെല്ലാം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഞാനിവിടെ ഉന്നയിച്ചത് ആ പ്രശ്നമേ അല്ല, ഒരു കേവല കാലുമാറ്റത്തിന്റെ പ്രശ്നമല്ല. പിന്നെ എന്താണ് ഉന്നയിച്ച പ്രശ്നം? ചില സംസ്ഥാനങ്ങളിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയായി മാറുന്നു. പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നവർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ PCC പ്രസിഡന്റ് ഉൾപ്പെടെ BJP-യിലേക്ക് പോകുന്നു. അത് രാജ്യത്തെ പ്രബലമായ സംസ്ഥാനങ്ങളുടെ ഭരണത്തെ നിർണയിക്കുന്ന ഘടകമായി മാറുന്നു. അതൊന്നും രാഷ്ട്രീയത്തിൽ പതിവുള്ളതല്ല. അത് ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചാലും BJP ആയി മാറും എന്ന് ഒരു വിമർശനം ഞാൻ ഉന്നയിക്കാൻ കാരണം. ഇപ്പോ തിരുവനന്തപുരം കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹം എല്ലാ മാസവും പതിവായി മോദിയെ സ്തുതിക്കുന്ന ഒരാളല്ലേ? അതെങ്ങനെയുള്ള സ്തുതിയാണ്? വേറെ ആരെങ്കിലും അങ്ങനെ സ്തുതിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? KPCC പ്രസിഡന്റ് ആയിരുന്ന ആള് പറയല്ലേ അഭിമാനത്തോടെ, RSS ഒരു വെല്ലുവിളി, എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ BJP-യിലേക്ക് പോകും, എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയല്ലേ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉൾപ്പെടെ താമരയും കൈപ്പത്തിയും ഒരുമിച്ച് ഹസ്തദാനം കൊടുത്ത് ഭരിക്കുകയല്ലേ തദ്ദേശ സ്ഥാപനം. അപ്പൊ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരാൾ കൂറുമാറിയോ കക്ഷി മാറിയോ വന്നോ പോയോ അതൊന്നുമല്ല. ഞാനതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ 14 സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റെ സംഭാവനയാണല്ലോ. ഞാൻ അതിവിടെ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടില്ലല്ലോ. അതിന്റെ കാരണം അത്തരത്തിലുള്ള കാലുമാറ്റങ്ങൾ പോലും അല്ല ഞാൻ വിമർശിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവർ മുഴുവൻ കൂറുമാറി പോവുക, കോൺഗ്രസ് കാണെ BJP ആയി മാറുക, കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉള്ളിടത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുക, അഴിഞ്ഞാടുന്ന വർഗീയ ഭീകരവാദികൾക്ക് നിർഭയം വിഹരിക്കാൻ അവസരം കൊടുക്കുക. അതാണ് രാജസ്ഥാനിൽ, ഹിമാചലിൽ, കർണാടകയിൽ, ഛത്തീസ്ഗഡിലൊക്കെ കണ്ടത്. ഈ അപകടങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ സത്യത്തിൽ സച്ചിദാനന്ദൻ മാഷെ അല്ല ഉദ്ദേശിച്ചത്. അതൊരു തെറ്റിദ്ധാരണക്കിടയാക്കിയെന്ന് തോന്നുന്നു. ദയവായിട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടണം, എന്നാൽ നമുക്ക് വ്യക്തത വരുത്തി പോകാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യം വ്യക്തത വരുത്തി. അത് എനിക്ക് തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു പലർക്കും എന്ന് തോന്നിയിട്ടാണ്. ഇപ്പോൾ വയനാട് ഫണ്ട് മോഷ്ടിച്ചവർ പയ്യന്നൂരിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു കള്ളൻ ചോദിച്ചാൽ പുറത്ത്, അത് നേരെ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ വ്യക്തിയെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു വ്യക്തിയെ, ഇനി മറുചേരിയിലാണെങ്കിൽ ഒരു വ്യക്തിയെ ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കില്ല. ഒരു കള്ളൻ എന്ന് പറഞ്ഞതാണ്. അത് വയനാട്ടിൽ ഫണ്ട് മോഷ്ടിച്ചവർ ഇത് ചോദിച്ചു എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടിയാണ് ഞാൻ. പക്ഷെ അതിനുശേഷം പയ്യന്നൂരിലെ കാര്യങ്ങളിലേക്ക് പോയപ്പോൾ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം. പക്ഷെ ഞാൻ വിശദീകരിച്ചതിന് ശേഷവും ഏഷ്യാനെറ്റിന്റെ അവതാരകൻ പറയുന്നത് ഇത് പറഞ്ഞിട്ടാണ് എന്റെ മെക്കിട്ട് കയറുന്നത്. അപ്പൊ അതിനൊരർത്ഥമേ ഉള്ളൂ. വ്യക്തത വരുത്തിയാലും നിങ്ങളുടെ വ്യക്തത ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നിങ്ങളെ മെക്കിട്ട് കയറാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അത് ആ വഴിക്ക് നടക്കട്ടെ, അത് പോട്ടെ. അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ചോദ്യത്തിന് ഇനിയിപ്പോൾ അതിൽ വ്യക്തത വരുത്തി പറയാം. ഞാൻ സച്ചിദാനന്ദൻ മാഷിനെ അല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് MN കാരശ്ശേരി മാഷിനെയാണ്. പറയാതിരിക്കണ്ടല്ലോ. കാരശ്ശേരി മാഷാണ് പറഞ്ഞത് ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരൊക്കെ BJP-യിൽ പോകും എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അദ്ദേഹം നമ്മളെ സുഹൃത്താണ്, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിനൊന്നും കുറവില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. തോറ്റാൽ പോകുന്നതിനേക്കാൾ ജയിച്ചാലാണ് പോയി കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞ ആളെയല്ല ഇപ്പൊ ഉദ്ദേശിച്ചത്. പിന്നെ തുടർച്ചയായി ഭരിച്ചാൽ എന്തോ ഒരു കുഴപ്പം, അതൊരു സിദ്ധാന്തം ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ തുടർച്ചയായി ഭരിക്കുന്നത് നല്ലതല്ല, ഇടക്കിടക്ക് ഇങ്ങനെ മാറി മാറി വരണം. അങ്ങനെ പറയുന്നവരോട് നിങ്ങൾ ചോദിക്കൂ, ഈ 10 വർഷം ഭരിച്ചപ്പോൾ എന്തെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് അപകടം ഉണ്ടായോ? അപ്പൊ അതാരും പറയുന്നില്ല. ഇവിടെ പെൻഷൻ വർദ്ധിച്ചു, സ്കൂള് പൂട്ടിയില്ല, സർക്കാർ സ്കൂൾ ഒറ്റ എണ്ണം പൂട്ടിയിട്ടില്ല. അതിനെക്കുറിച്ചും പല ചോദ്യം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, നമുക്ക് വിശദീകരിക്കും. ഒരൊറ്റ സർക്കാർ പള്ളിക്കൂടം 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ പൂട്ടിയിട്ടില്ല. രാജ്യം മുഴുവൻ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
പാഠപുസ്തകം പരീക്ഷാകാലത്ത് പോലും എത്താത്തത് സമയത്തെത്തി. ഇന്ത്യയിൽ മിക്കവാറുമിടത്ത് PSC നിയമനങ്ങൾ മരവിപ്പിച്ചപ്പോൾ കേരളത്തിൽ 3 ലക്ഷം പേർക്ക് PSC നിയമനം കൊടുത്തു. വീട്ടമ്മമാരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിച്ചു. ചെറുപ്പക്കാരുടെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് കേരളത്തിൽ തുടങ്ങി. 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് നൽകി. അത്ര തന്നെ ആളുകൾക്ക് പട്ടയം കൊടുത്തു. ദേശീയപാത വികസനം, ഗെയിൽ വാതക പൈപ്പ് ലൈൻ, ഫോൺ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ